സർക്കാർ ജോലി എന്നുള്ളത് ഒരു സെക്യൂർഡ് ജോബാണ്. അപ്പോൾ അത് നേടണം എന്നുള്ളൊരു വലിയൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യുഎഇയിൽ ജോബ് കളഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ബിലോ ആവറേജ് ഫാമിലി എന്ന് പറയാം. അങ്ങനെയായിരുന്നു പഠിച്ചതും വളർന്നതും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ പക്ഷേ അച്ഛനെ പഠിപ്പിക്കാൻ വലിയ ഇഷ്ടമാണ്. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ രണ്ട് പെൺകുട്ടികളെ എനിക്ക് ചേച്ചിയുണ്ട്. രണ്ട് പെൺകുട്ടികളെ കാരണം കല്യാണം കഴിപ്പിക്കുക എന്നുള്ളൊരു വേഗം അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛനാണ് അതിനെ ഫൈറ്റ് ചെയ്തിട്ട് പഠിപ്പിക്കുക എന്നുള്ളതിൽ ബി.എഡ് ആയാലും ഒക്കെ എല്ലാവരും പഠിപ്പിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു അച്ഛനെ. എൻ്റെ പേര് റിനീഷ. വീട് ഇവിടെ അടുത്ത് പട്ടാമ്പിയിൽ തന്നെ കൊടലൂരാണ്. ഞാനിപ്പോൾ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറുടെ എക്സാം കഴിഞ്ഞ് അതിൽ 4ാം റാങ്ക് നേടിയിട്ടുണ്ട്. അതിൻ്റെ അഡ്വൈസും അപ്പോയിൻമെൻറ്റ് ലെറ്റർ എല്ലാം കിട്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ യു പി സ്കൂൾ ടീച്ചറുടെ ലിസ്റ്റിലും ഉണ്ട്. ഞാൻ 2013-14 ഇവിടെ വർക്ക് ചെയ്യായിരുന്നു. എൻ്റെ എൻ്റെ ഡിഗ്രിയും പിജിയും ബി.എഡും ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ 1.5 വർഷത്തോളം വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ 2015 ഹസ്ബൻഡ് എന്നെ യുഎഇക്ക് കൊണ്ടുപോകുന്നത്. അന്നേരം അങ്ങനെ ഒരു PSCന്നോ പഠിക്കാന്നോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലിയുടെ ആവശ്യം എന്താ, അതിനൊരു ലക്ഷ്യം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ യുഎഇ പോയി ഹസ്ബൻഡ് അങ്ങനെ കൊണ്ടുപോയി. അവിടെ 5 വർഷം വർക്ക് ചെയ്തു. അങ്ങനെ 2015 ടു 2020 വരെ അവിടെ വർക്ക് ചെയ്തു. അതിനിടയിൽ ചേച്ചി ഇങ്ങനെ PSCക്ക് അപ്ലൈ ചെയ്യുക അങ്ങനെയൊക്കെ എൻ്റെ ചെയ്യാറുണ്ട്. അതിനിടയിൽ ഒരെണ്ണം വന്ന് എഴുതി ഒരു HSA അതിൻ്റെ സപ്ലിമെൻ്ററി ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോഴാണത് കിട്ടും എന്നൊക്കെ ഒരു ഇത് വന്നത്. അങ്ങനെ കുറച്ച് പഠിച്ചാൽ കിട്ടും അങ്ങനെയൊക്കെ. അങ്ങനെ 2020 ഒക്ടോബറിൽ ഞങ്ങൾ നാട്ടിലെത്തി. വേറെ കുറച്ച് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഹൗസ് വാമിങ് കഴിഞ്ഞു. അങ്ങനെ നാട്ടിൽ സെറ്റിൽ ആവണമെന്നും പിന്നെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് പിന്നെ എനിക്കിങ്ങനെ PSC ഒരു ലക്ഷ്യം അതൊക്കെ ആയിട്ട് 2020 ഒക്ടോബറിലാണ് ഞങ്ങൾ നാട്ടിലെത്തുന്നത്. അന്നേരം ഒക്ടോബറിൽ നാട്ടിലെത്തി. നവംബർ പിറ്റത്തെ മാസം ഒരു UPSC എക്സാം ഉണ്ടായി. അതിൽ പക്ഷേ കട്ട് ഓഫ് കിടക്കാൻ ഒന്നിനും പറ്റിയില്ല. ജസ്റ്റ് പിറ്റത്തെ മാസമായിരുന്നു എക്സാം. പിന്നെ അങ്ങനെ ചേച്ചിയാണ് പറയണത് ഇങ്ങനെ അവൾ പെരിന്തൽമണ്ണ എയ്സിൽ പഠിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ പട്ടാമ്പി എയ്സ് ഉണ്ട്, അവൾക്കറിയാം ബ്രാഞ്ചുകളൊക്കെ. അവൾ എന്നെ വിളിച്ചിട്ട് അഡ്മിഷൻ എടുക്കണതും അങ്ങനെയൊക്കെ. അപ്പോൾ അന്നേരം ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ്സൊന്നും തുടങ്ങിയിരുന്നില്ല. അപ്പോൾ പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടു. 2021 ഒക്ടോബറിലാണ് പട്ടാമ്പി എയ്സിൽ ക്ലാസ് തുടങ്ങിയത്. അന്നേരം ഹൗസ് വാമിങ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ 2021 ഒക്ടോബറിൽ ക്ലാസ്സിന് പോയി തുടങ്ങി. ക്ലാസ്സിന് പോയപ്പോഴാണ് നമുക്ക് ശരിക്കും അവിടെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടിയത്. കാരണം അവിടെ നല്ല ക്ലാസ്സുകളായിരുന്നു. ഞാൻ മാത്സിൽ കുറച്ച് ബാക്കിലേക്കാണ്. മാത്സൊക്കെ നല്ല ക്ലാസ്സുകളായിരുന്നു. പിന്നെ റീഡിങ്ങിന് നല്ലൊരു ഗ്രൂപ്പിനെ കിട്ടി. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഒരുപാട് തരുമായിരുന്നു ഓരോരോ സബ്ജക്റ്റ് തിരിച്ചിട്ട്. പിന്നെ അവിടെ റീഡിങ് സൗകര്യമുണ്ട്. നമുക്ക് ബുക്സ് ഏത് വേണമെങ്കിൽ എടുക്കാം. നമ്മളൊന്നും കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല, അവിടുന്ന് എടുക്കാം. പിന്നെ അവിടെ OMR എക്സാം 3 ദിവസം ക്ലാസ്സില്ല. അതിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ OMR എക്സാമാണ്. അത് നമ്മൾ റാങ്ക് ലിസ്റ്റൊക്കെ ഇടുമ്പോൾ നമുക്ക് ഓരോ ആഴ്ചയും നമ്മളെ റാങ്ക് കൂട്ടണം അങ്ങനെ ഒരു മത്സര ബുദ്ധിയൊക്കെ തോന്നുമായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെയാണ് അവിടെ ഈ OMR എക്സാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം അവിടെ ഓഫീസ് സ്റ്റാഫുകൾ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. വിജീഷ് ഏട്ടൻ, ചൈതന്യ, ഇവരൊക്കെ നമുക്ക് ഇന്ന് ഓരോ ടോപ്പിക്ക് തരും. ഇപ്പം നവോത്ഥാന നേതാക്കൾ, അതുപോലെ തന്നെ ജില്ലകൾ, എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം അതിൻ്റെ എക്സാമാണ്. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ മാർക്കുള്ള ആൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു മത്സര ബുദ്ധി അത് ഭയങ്കര ഹെൽപ്പായിരുന്നു. അതുപോലെ തന്നെയാണ് OMR എക്സാം കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കുകൾക്ക് ഇമ്പോസിഷൻ എഴുതിപ്പിച്ചായിരുന്നു. അത് ആദ്യമൊക്കെ നമുക്ക് ദേഷ്യം വരും. ഇതെന്താ ഇപ്പോൾ വലിയ കുട്ടിയായില്ലേ അങ്ങനെയൊക്കെ. ചിലരൊന്നും എഴുതൊന്നുമില്ല. പക്ഷെ അതൊക്കെ നല്ല ആദ്യമൊക്കെ ദേഷ്യപ്പെട്ടെങ്കിലും പിന്നെ അതൊക്കെ നമുക്ക് ഭയങ്കര ഉപകാരപ്പെട്ടു. നല്ല ബെനിഫിറ്റായി. അങ്ങനെ അവിടെ ചേർന്ന് 1.5 വർഷമായപ്പോഴാണ് എനിക്ക് സിവിൽ എക്സൈസ് ഓഫീസറുടെ എക്സാം ഉണ്ടായത്. അതിലെനിക്ക് 4th റാങ്കൊക്കെ കിട്ടി. അതൊന്നും പ്രതീക്ഷയായിരുന്നില്ല. പിന്നെ എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ UPSC എക്സാം ആയിരുന്നു. അന്ന് അവിടെ അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല UPSC ക്ലാസ്. പിന്നെ ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നോട്ടിഫിക്കേഷൻ വന്നിട്ട് ചേരാമെന്ന് കരുതിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ അന്നേരം അവിടെ പറഞ്ഞു സ്കോളർഷിപ്പ് എക്സാം നടത്തുന്നുണ്ട് UPSCയുടെ എന്ന് പറഞ്ഞു. അപ്പോൾ ചുമ്മാ ഒന്ന് പോയി എഴുതി വെക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ എഴുതിയതാണ്. അപ്പോൾ എനിക്ക് സ്കോളർഷിപ്പ് എക്സാം ഫ്രീ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മാർക്കിനനുസരിച്ചിട്ടാണ്. കുറച്ച് പേർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ മാർക്കിന് അനുപാതമായിട്ട് ഫീസിലെ ഇളവ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അതിലൊരാളായിരുന്നു ഞാൻ. അപ്പോൾ പിന്നെ ഒന്ന് എന്തായാലും ചേരാമെന്ന് വിചാരിച്ച് അങ്ങനെ UPSC എക്സാം കോഴ്സിന് ചേർന്നു. അങ്ങനെ അത് നല്ലൊരു മാർക്ക് എനിക്ക് കിട്ടി. ഇതേപോലെ തന്നെ റീഡിങ് സൗകര്യങ്ങളും പിന്നെ മന്ത്ലി അവിടെ ഒരു പടയൊരുക്കം പറഞ്ഞ എക്സാം ഉണ്ടാവാറുണ്ട്. വീക്ക്ലി OMR എക്സാം ഇതുപോലെ തന്നെ. അതെല്ലാം അവിടെ നിന്നിട്ട് കിട്ടിയതാണ്. ലൈബ്രറി സൗകര്യമായാലും എല്ലാം നന്നായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൈസിനോട് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ PSC പഠിക്കുന്നവരോട് പറയാനുള്ളത് നമുക്ക്
നാട്ടുകാരും വീട്ടുകാരൊക്കെ ചോദിക്കും ജോലിയായില്ലേ, പഠിത്തം കഴിഞ്ഞില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. പിന്നെ ഒരു കാര്യം, ലിസ്റ്റിൽ വന്നതിന് ശേഷം ലിസ്റ്റ് വന്നാലും പറയരുത്, അഡ്വൈസ് കിട്ടിയതിന് ശേഷം മാത്രം പറയുക. അത് വലിയൊരു കാര്യമാണ്. പിന്നെ പിന്നെ ഫാമിലി സപ്പോർട്ടും നല്ല ഉണ്ടായിരുന്നു. ഹസ്ബൻഡ്, ചേച്ചിയും അച്ഛനും അമ്മയും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് മൊത്തം ഒരു ഇൻവെസ്റ്റ് ചെയ്തത് 3 വർഷമാണ്. 3 വർഷം തന്നെ വേണമെന്നില്ല. ഞാനിപ്പോൾ ഇടയിൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ഗ്യാപ്പൊക്കെ എടുത്തിട്ടൊക്കെയാണ് 3 വർഷം മൊത്തം ബേസിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത്. 2021 ഒക്ടോബർ മുതൽ 2024 ജൂലൈ 6 വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. എന്നുവെച്ചാൽ UPSC എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബുക്ക് തൊട്ടിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ ക്യാരിയിങ് ആണ്. അങ്ങനെയൊക്കെ ആയ കാരണം വേറെ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. 3 വർഷം എനിക്കെടുത്തെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു 1.5 വർഷം കൊണ്ട് പഠിച്ച് നല്ല റാങ്കിൽ എത്താവുന്നേ ഉള്ളൂ. എയ്സിൻ്റെ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ. അത്രയും സപ്പോർട്ടാണ് എയ്സിന്ന്. അത്ര നല്ല ക്ലാസ്സുകളും ബാക്കി എല്ലാ ഫെസിലിറ്റീസും എല്ലാം എയ്സിന്ന് നമുക്ക് കിട്ടും. നമ്മളെ തന്നെ മാറ്റിയെടുക്കും എയ്സ്. സർക്കാർ ജോലി എന്നുള്ളത് ഒരു സെക്യൂർഡ് ജോബാണ്. അപ്പോൾ അത് നേടണം എന്നുള്ളൊരു വലിയൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് UAE ജോബ് കളഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നത്. അവിടെ സാലറി ഉണ്ടെങ്കിലും നമുക്ക് സെക്യൂരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് ഇവിടെ ശ്രമിച്ചത്. UPSC ആയിരുന്നു എൻ്റെ ലക്ഷ്യം. UP സ്കൂൾ ടീച്ചർ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ എയ്സിൽ ചേർന്നത്. അപ്പോൾ അവിടെ കോഴ്സ് അന്നേരം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജനറൽ PSC ആയിട്ട് തുടങ്ങിയത്. അങ്ങനെ UPSCക്ക് പഠിക്കുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം. അതിൻ്റെ ഇടയിൽ എഴുതിയൊരു എക്സാമാണ് ഈ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങനെ എഴുതി. പക്ഷെ 4th റാങ്ക് ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. 4th റാങ്ക് ഒന്നും പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അത് ഭയങ്കര ഒരു ലക്കാണ്. അങ്ങനെ കിട്ടി. പിന്നെ അതിൻ്റെ ആ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മാർക്കൊക്കെ അറിഞ്ഞ് റാങ്ക് ലിസ്റ്റൊക്കെ വന്നപ്പോൾ പിന്നെ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. എൻഡ്യൂറൻസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഹസ്ബൻഡായിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു. നമ്മുടെ ഒരു ആഗ്രഹം, നമുക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ വേണം. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ രാവിലെ എണീറ്റ് ഓടാനും ഒക്കെ കൂടെ വരുമായിരുന്നു ഹസ്ബൻഡ്. പിന്നെ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള പെരിങ്ങോട് പറയും ഒരു ഫോറസ്റ്റ് ഓഫീസർ ഉണ്ട്, മണിക്ക പറഞ്ഞിട്ട്. അവർ ഫ്രീ ആയിട്ട് അവിടെ കോഴ്സ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഫിസിക്കൽ ട്രെയിനിങ്. അങ്ങനെ 3 മാസം അവിടെ പോയി. മണിക്കയുടെ ട്രെയിനിങ് മൂലം ഫിസിക്കലും പാസ്സാവാൻ പറ്റി. പിന്നെ അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ട് തന്നെയാണ്. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ബിലോ ആവറേജ് ഫാമിലി എന്ന് പറയാം. അങ്ങനെയായിരുന്നു പഠിച്ചതും വളർന്നതും ഒക്കെ അങ്ങനെയായിട്ടാണ്. അപ്പോൾ പക്ഷെ അച്ഛനെ പഠിപ്പിക്കാൻ വലിയ ഇഷ്ടമാണ്. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ 2 പെൺകുട്ടികളെ, എനിക്ക് ചേച്ചിയുണ്ട്. അപ്പോൾ 2 പെൺകുട്ടികളെ കാരണം കല്യാണം കഴിപ്പിക്കുക എന്നുള്ളൊരു വേഗം അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛനാണ് അതിനെ ഫൈറ്റ് ചെയ്തിട്ട് പഠിപ്പിക്കുക എന്നുള്ളതിൽ B.Ed ആയാലും ഒക്കെ എല്ലാവരും പഠിപ്പിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു അച്ഛന്. അവരെ പഠിപ്പിക്കണ്ട എന്നുള്ള പെൺകുട്ടികളല്ലേ പഠിപ്പിക്കണ്ട എന്നുള്ള പലർക്കും എതിർപ്പുണ്ടായിരുന്നു. അവരെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, പെൺകുട്ടികളല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നാലും ഞാൻ എല്ലാതും അവഗണിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോയി. കൂലിപ്പണി ചെയ്തിട്ടായാലും അവരെ കടം മേടിച്ചിട്ടായാലും ഞാൻ അവരെ ഉയർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടു. ഞാൻ പ്രയത്നിച്ചു, വളരെ പ്രയത്നിച്ച പ്രതിഫലം കിട്ടി. എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കയ്യിൽ കിട്ടി. വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എൻ്റെ അച്ഛനും അമ്മയും, പിന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഹസ്ബൻഡ്, അവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സമ്മാനമായിട്ടാണ് ഞാനിത് കരുതുന്നത്. അപ്പോൾ ഇനി PSC പഠിക്കാൻ വരുന്ന കുട്ടികളോടും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടും പറയാനുള്ളത് എന്താ വെച്ചാൽ, പല ആളുകളും നമ്മളെ തളർത്താനുണ്ടാവും. PSC കിട്ടിയില്ലേ, പഠിത്തം കഴിഞ്ഞില്ലേ, അങ്ങനെ തളർത്താൻ ഒരുപാട് ആളുകൾ ചുറ്റിലുണ്ടാവും. പക്ഷെ നമ്മളൊന്നും തളരാതെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്താൻ തന്നെ പറ്റും. എൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഞാൻ ബിലോ ആവറേജ് സ്റ്റുഡൻ്റാണ്. ഞാൻ മാത്സ് ഒക്കെ ഇച്ചിരി വീക്കാണ്. എന്നിട്ടും ഈ നിലയിൽ എനിക്ക് 4th റാങ്ക് കിട്ടി. അതുപോലെ തന്നെയാണ് ഫാമിലി ആയാലും. അച്ഛനൊക്കെ കൂലിപ്പണിക്കാരനാണ്, പക്ഷേ നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്കൊരു അച്ഛനും അമ്മയും ഒരു ഹസ്ബൻഡോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ ലക്ഷ്യം വേണമെങ്കിലും നമുക്ക് കൈക്കുള്ളിലാക്കാൻ പറ്റും.